തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. യുവനടിയും മോഡലുമായ യുവതി അടക്കം കഞ്ചാവുമായി 4 പേർ പിടിയിൽ. സിനിമാ മോഡലിംഗ് രംഗത്ത് ലഹരിയുടെ ഒഴുക്കിന് തെളിവായി വീണ്ടും ഒരു ലഹരി വേട്ടയുടെ വിവരങ്ങൾ പുറത്ത്. സിനിമകളിലും പരസ്യങ്ങളിലും തിളങ്ങിയ യുവനടിയും മോഡലുമായ പൊൻകുന്നം സ്വദേശിനി അമൃത വിനോദ് അടക്കം 4 യുവാക്കളെയാണ് കോട്ടയത്ത് വെച്ച് എക്സൈസ് സംഘം കഞ്ചാവുമായി പൊക്കിയത്. കേരള എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ തണ്ടർ എന്ന NDPS സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നടിയും സംഘവും കുടുങ്ങിയത്. ഹോളിവുഡ് അടക്കം സിനിമകളിലും നിരവധി പരസ്യങ്ങളിലെയും മോഡലുമാണ് പൊൻകുന്നം കോയിപ്പള്ളിയിൽ 26-കാരിയായ അമൃത വിനോദ്. അമൃതയെ കൂടാതെ കോട്ടയം ചാമമ്പതാൽ നരിക്കാട്ടു വീട്ടിൽ 26-കാരനായ ഹെയ്ൻസ് റെജി, വാഴൂർ പൊത്തൻപ്ലാക്കൽ വീട്ടിൽ 25-കാരിയായ മീനാക്ഷി മനോജ്, ആനിക്കാട് തടത്തിൽ വീട്ടിൽ 24-കാരനായ നോയൽ മാത്യു മനോജ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. കേരള എക്സൈസ് വകുപ്പ് നടത്തിവരുന്ന NDPS സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ കഞ്ചാവ് കൈവശം വെച്ച് സൂക്ഷിച്ച കുറ്റത്തിനാണ് പാമ്പാടി എക്സൈസ് റേഞ്ച് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ യുവാക്കൾ രാത്രികാല പാർട്ടികൾ കൊഴിപ്പിക്കുന്നതിനുമായി സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. കോട്ടയത്തെ വിവിധ ഭാഗങ്ങളിൽ ഇവർ കഞ്ചാവുമായി കറങ്ങുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഇവരെ ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒടുവിൽ കൃത്യമായ തെളിവുകളോടെ പാമ്പാടിയിൽ വെച്ച് എക്സൈസ് സംഘം ഇവരെ വളയുകയായിരുന്നു. അമൃത വിനോദിന്റെ അറസ്റ്റോടെ സിനിമ മോഡലിംഗ് മേഖലയിലെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന. ഇവരുടെ മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയ ചാറ്റുകളും എക്സൈസ് സൈബർ വിഭാഗം വിശദമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെന്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.